നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CROന്റെ രണ്ടാം ഭാഗമാണ്. ആദ്യത്തേത് ഫീച്ചേഴ്സ് ഓഫ് CRT. CRT നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പലതരം ഫീച്ചേഴ്സ് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സൈസ്. സൈസ് റെഫേഴ്സ് ടു ദി സ്ക്രീൻ ഡയമീറ്റർ. നമുക്ക് സൈസ് ഇവിടെ ഇഞ്ചസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 1, 2, 3, 5 and 7 inches ഇത്രയും CRT സൈസുകൾ നമുക്ക് അവൈലബിൾ ആണ്. കോമൺലി യൂസ് ചെയ്യുന്നത് 3 inchന്റെ ആണ്. നമുക്കിതിന്റെ ഒരു സ്പെക്ക് പറയുമ്പോൾ അതിന്റെ നമ്പർ നമുക്ക് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5GP1 എന്നൊരു നമ്പർ ഉണ്ടെങ്കിൽ the first number 5 indicates that it is a 5-inch tube. ഓക്കെ, അപ്പൊ CRT സ്പെക്ക് പറയുമ്പോൾ 5GP1 എന്ന് പറയുമ്പോൾ അതിന്റെ നമ്പർ ഏതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് എത്ര ഇഞ്ച് ആണെന്നുള്ളതാണ്. അപ്പം ഇന്ന് നമുക്ക് റെക്ടാങ്കുലർ CRTs അവൈലബിൾ ആണ്. അതിന്റെ സൈസ് എന്ന് പറയുന്നത് വെർട്ടിക്കലി 8 സെന്റിമീറ്ററും ഹൊറിസോണ്ടലി 10 സെന്റിമീറ്ററും ആണ് സ്ക്രീൻ സൈസ് വരുന്നത്. 2, ഫോസ്ഫർ. ഫോസ്ഫർ നമുക്കറിയാം, നമ്മള് സ്ക്രീനിൽ കോട്ട് ചെയ്യാൻ ഉപയോഗിച്ച മെറ്റീരിയൽ ആണ് ഫോസ്ഫർ, അല്ലെ? അപ്പോ ഈ ഫോസ്ഫർ ഡിറ്റർമൈൻസ് ദി കളർ ആൻഡ് പെർസിസ്റ്റൻസ് ഓഫ് ദി ട്രേസ്. നമ്മൾക്ക് അതിൽ ഡിസ്പ്ലേ ആവുന്ന വേവ് ഫോമിന്റെ കളറും പെർസിസ്റ്റൻസും ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫോസ്ഫറിന്റെ ക്യാര കൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോസ്ഫർ എന്ന് പറയുന്നത് വില്ലമൈറ്റ് ആണ്. അതിൽ സിങ്ക് ഓർത്തോ സിലിക്കേറ്റ് ആണ് അടങ്ങിയിട്ട് ഉള്ളത്. അതായത് സിങ്ക് ഓക്സൈഡ് പ്ലസ് സിലിക്കൺ ഡയോക്സൈഡ്. ഓക്കെ, പ്ലസ് ഇറ്റ് കണ്ടെയ്ൻസ് എ ട്രേസ് ഓഫ് മാംഗനീസ്. ഓക്കെ, ഈ ട്രേസ്, മാംഗനീസിന്റെ ട്രേസും കൂടി ഇതിൽ അവൈലബിൾ ആണ്. അപ്പം എന്ത് സംഭവിക്കും? അതിനൊരു ഗ്രീനിഷ് കളറ് ഉണ്ടാകും. ഓക്കെ, അപ്പോ നമുക്ക് ആപ്ലിക്കേഷൻ അനുസരിച്ച് ഫോസ്ഫറിന്റെ ടൈപ്സുകൾ ഉണ്ടാവും. ഡിഫറെന്റ് ആപ്ലിക്കേഷൻസിന് ഡിഫറെന്റ് ഫോസ്ഫർ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫോസ്ഫേഴ്സ്, അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫോസ്ഫേഴ്സ് എന്ന് പറയുന്നത് P1, P2, P5, P11 ആണ്. അപ്പം P1 ഇൻഡിക്കേറ്റ്സ് ഗ്രീൻ മീഡിയം. ഓക്കെ, അപ്പൊ ഗ്രീൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ കളറിനെയും മീഡിയം എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ പെർസിസ്റ്റൻസിനെയാണ്. അപ്പൊ P2 എന്ന് പറയുമ്പോൾ ബ്ലൂ ഗ്രീൻ മീഡിയം, P5 ബ്ലൂ വെരി ഷോർട്ട്, P11 ബ്ലൂ ഷോർട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൈസിന്റെ കേസിൽ നമ്മൾ സ്പെക്ക് പറഞ്ഞ പോലെ 5GP1 എന്ന് പറയുമ്പോൾ അതിൽ 5 എന്താണ്? ഇഞ്ച് ട്യൂബ്, അല്ലെ? 5 ഇഞ്ച് ട്യൂബ്. ബാക്കി ആ P1 റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? എ മീഡിയം പെർസിസ്റ്റൻസ് ഗ്രീൻ ട്രേസ്. അപ്പം ഈ റെപ്രസെന്റേഷൻ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഏത് ടൈപ്പ് ഓഫ് സ്ക്രീൻ ആണ്, അതിന്റെ സൈസ് എന്താണ്, അതിന്റെ കോട്ടിംഗ് മെറ്റീരിയൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, കളർ എന്താണ്, പെർസിസ്റ്റൻസ് എന്താണെന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ്, ഓപ്പറേറ്റിംഗ് വോൾട്ടേജസ്. ഇത് ജസ്റ്റ് ഈ വോൾട്ടേജസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കണം. പല നമുക്ക് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ചെറിയ ചെറിയ വേരിയേഷൻസ് വരാം. ഇതിനകത്തുള്ളത് CRT requires a heater voltage of 6.3 volt AC or DC at 600 milliamps. Okay. ഇനി several DC voltages are listed below. The voltages vary with the type of tube used. Okay, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് ട്യൂബിന് മാറ്റങ്ങൾ ഉണ്ടാവാം. ആ ട്യൂബ് യൂസ് ചെയ്യുന്ന അനുസരിച്ച് വോൾട്ടേജിന് മാറ്റം ഉണ്ടാവും. നമുക്കിതിപ്പം കോമൺ ആയിട്ടൊരു കാര്യം അല്ലെങ്കിൽ കോമൺ ആയിട്ടൊരു സ്പെക്ക് നമുക്ക് ഇല്ല. ഓക്കെ, അപ്പം നെഗറ്റീവ് ഗ്രിഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ഗ്രിഡ് കൺട്രോൾ വോൾട്ടേജ്. ഓക്കെ,
അത് negative 14 volt to minus 200 volt. Then positive anode 1. Okay, അത് minus 100 volt to minus 1100 volt. Positive anode 2, 600 volt to 6000 volt. Positive anode 3, 200 volt to 20,000 volt in some cases. Okay, അപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും ഓർത്താൽ മതി. നമുക്ക് ഗ്രിഡ് കൺട്രോളിന് നമുക്ക് ഇലക്ട്രോൺ ഗണ്ണിന്റെ എമിഷൻസ് കൂട്ടണം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഹൈലി നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്താലേ കൂടുതൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പൊ അത് കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന ബീമിന്റെ ഇന്റൻസിറ്റിയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഒരു ആനോഡ് വരുമ്പോൾ അതിനെ ഫോക്കസ് ചെയ്യിക്കണം. എഗെയിൻ അത് ഫോക്കസ് ചെയ്യിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ആക്സിലറേറ്റ് ചെയ്യിക്കണം. അപ്പൊ അവിടെയും ഒരു നെഗറ്റീവ് വോൾട്ടേജ് ആണ് ആവശ്യം വരുന്നത്. ദെൻ നെക്സ്റ്റ് 2 ഇത് നമുക്ക് എന്ത് ചെയ്യണം? എന്താ പറയാ, അട്രാക്ട് ചെയ്ത് നമുക്ക് ഫോക്കസ് ചെയ്യിപ്പിച്ച് വിടണം അല്ലെ? അപ്പം ഒരു പോസിറ്റീവ് വോൾട്ട് നമുക്ക് അവിടെ ആവശ്യമുണ്ട്. ഏറ്റവും പെട്ടെന്ന് അത് ഫോക്കസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഇനി 4th പോയിന്റ് ഡിഫ്ലക്റ്റിംഗ് വോൾട്ടേജ്. ഓക്കെ, അപ്പൊ ഡിഫ്ലക്റ്റിംഗ് വോൾട്ടേജ് നമുക്ക് AC അല്ലെങ്കിൽ DC കൊടുക്കാം. ഓക്കെ, ഈ ഡിഫ്ലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പോട്ട് മൂവ് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ കൊടുക്കുന്ന വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഈ സ്പോട്ടിന്റെ ഡിഫ്ലക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സെൻസിറ്റിവിറ്റി, ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ പറഞ്ഞിരുന്നു. അതും എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഈ അപ്ലൈഡ് വോൾട്ടേജിനെയാണ്. അപ്പൊ അത് DC വോൾട്ടേജ് ആവാം, അല്ലെങ്കിൽ ഒരു AC പീക്ക് വോൾട്ടേജ് ആകാം. നെക്സ്റ്റ് വ്യൂവിംഗ് സ്ക്രീൻ. സ്ക്രീനിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു ഫോസ്ഫറിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ ഡയമെൻഷനെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു റെക്ടാങ്കുലർ സ്ക്രീൻ ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം വിത്ത് ഗ്രാറ്റിക്യൂൾസ് മാർക്ക്ഡ് ഓൺ ഇറ്റ്. ഗ്രാറ്റിക്യൂൾസ് എന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് നിങ്ങൾക്ക് CRO കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അതിന്റെ ഫ്രണ്ടിൽ ഒരു ഗ്രിഡ് പോലെ ഫോം ചെയ്യും അല്ലെ? ആ ഗ്രിഡ് എന്ന് പറയുന്നത് ഓരോ ഡിവിഷൻ ആണ് അതിനകത്ത്. ഓക്കെ, അപ്പം ഒരു സ്റ്റാൻഡേർഡ് സൈസ് റെക്ടാങ്കുലർ സ്ക്രീനിന്റെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിലോട്ട് 8 സെന്റിമീറ്ററും ഹൊറിസോണ്ടൽ ഡയറക്ഷനിലോട്ട് 10 സെന്റിമീറ്ററും ഉള്ളത്. അപ്പം ഓരോ സെന്റിമീറ്ററും ഓരോ ഡിവിഷൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെ? അപ്പം ഓരോ സെന്റിമീറ്ററും ഒരു ഗ്രാറ്റിക്യൂളിൽ വരുമ്പോഴേക്കും അത് ഓരോ ഡിവിഷൻ ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഒരു ഫോസ്ഫർ കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. നവഡേയ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന കളർ ബ്ലൂ ആണ്. ഓക്കെ, ഇനി CRTയിൽ അല്ലെങ്കിൽ CROയിൽ നമ്മൾ കൊടുക്കുന്ന പവർ സപ്ലൈനെ കുറിച്ചാണ്. പവർ സപ്ലൈ നമുക്ക് 2 പവർ സപ്ലൈ ആവശ്യമുണ്ട്. ഒരു നെഗറ്റീവ് ഹൈ വോൾട്ടേജ് സപ്ലൈ ആവശ്യമുണ്ട്, ഒരു പോസിറ്റീവ് ലോ വോൾട്ടേജ് സപ്ലൈയും ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് 300 to 400 വോൾട്ട് റേഞ്ചിലാണ്. നെഗറ്റീവ് ഹൈ വോൾട്ടേജ് സപ്ലൈ എന്ന് പറയുന്നത് -1000 to -1500 വോൾട്ടിലാണ്. ഓക്കെ, അപ്പം ഇതും ഈ സപ്ലൈയുടെയും ഉദ്ദേശം എന്താണ്? നമുക്ക് എമിഷൻ കൂട്ടണം. ഓക്കെ, അപ്പം എമിഷനും ഫോക്കസും പൊസിഷനിങ്ങും എല്ലാം നമുക്ക് ഈ പറയുന്ന വോൾട്ടേജ് റേഞ്ചിനകത്ത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പൊ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർമീഡിയറ്റ് വോൾട്ടേജസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെസിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ആ റെസിസ്റ്റർ ഒരു പൊട്ടൻഷ്യോമീറ്റർ പോലെ, ആ റെസിസ്റ്റർ ആണ് ഈ വോൾട്ടേജസിനെ എല്ലാം കൺട്രോൾ ചെയ്തിട്ട് അതിന്റെ ഇന്റൻസിറ്റിയും ഫോക്കസും പൊസിഷനും എല്ലാം മാറ്റുന്നത്. നെക്സ്റ്റ് സ്പെസിഫിക്കേഷൻ ഓഫ് CRO. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട കുറച്ച് സ്പെസിഫിക്കേഷൻസ് ആണ് ഈ പറയുന്നത്. ദ ആക്യുറസി ഓഫ് വെർട്ടിക്കൽ ആംപ്ലിഫയർ ഇസ് +3%. അതായത് ആക്യുറസി +or- എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ ആണെങ്കിൽ 5% ആണ്. മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് ഈസ് 400. സെൻസിറ്റിവിറ്റി ഓഫ് വെർട്ടിക്കൽ ആംപ്ലിഫയർ ഇസ്
5 millivolt per division to 20 volt per division. Sensitivity of horizontal amplifier is 100 millivolt per division to 0.5 volt per division. Bandwidth is 100 megahertz. Sweep magnification is 10 times, 10 times multiplied. Time accuracy plus or minus 3%. Stop frequency is 500 kilohertz per channel. Time base is 20 nanosecond per division to 0.5 second per division. The vertical deflection varies from 0.2 millivolt per division to 5 volt per division in 11 decade steps. And graticule is defined as a scale marking and it is given as 8 by 10 divisions of 8 mm each. Then input impedance 1 mega ohm. Okay. So input impedance എന്ന് പറയുന്നത് 1 mega ohm ആണ്. അതിലെ ഓരോ സർക്യൂട്ട് എടുത്താലും 1 mega ohm തന്നെയാണ്. Okay. Next, measurement of amplitude by CRO. നമുക്ക് അറിയാം. നമുക്ക് സ്ക്രീനിൽ ഇപ്പൊ ഇതിനകത്തെ ഫിഗറിൽ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് ഈ ഒരു ഫിഗർ നോക്കുക. ഇങ്ങനെ ഗ്രിഡ് പോലെ ഉണ്ട് അല്ലെ, അതാണ് നമ്മൾ ഗ്രാറ്റിക്യൂൾ എന്ന് പറയുന്നത്. അപ്പം ഓരോ ഡിവിഷനും നമ്മൾ കൗണ്ട് ചെയ്യണം അല്ലെ. അപ്പൊ ഇതിനകത്ത് CRO സ്ക്രീനിൽ ഒരു സൈൻ വേവ് കാണിച്ചിട്ടുണ്ട്. ഈ സൈൻ വേവിന്റെ നമുക്കിപ്പോ ആംപ്ലിറ്റ്യൂഡ് ആണ് വേണ്ടത് അല്ലെ. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് എത്ര ഹൈറ്റ് ഉണ്ട് നോക്കുക, എത്ര ഡിവിഷനിലോട്ട് വെർട്ടിക്കലി നമ്മൾ ആംപ്ലിറ്റ്യൂഡ് നോക്കുമ്പോൾ y ആക്സിസ് അല്ലേ നോക്കുന്നത്. അപ്പൊ വെർട്ടിക്കലി എത്ര ഡിവിഷൻസ് പോയിട്ടുണ്ടെന്ന് നോക്കിയേ. മുകളിലോട്ട് 2 ഡിവിഷൻ, താഴോട്ടും 2 ഡിവിഷൻ. അപ്പൊ എത്ര ഡിവിഷൻസ് പോയിട്ടുണ്ട്? 4 ഡിവിഷൻ പോയിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ വോൾട്ട് പെർ ഡിവിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ നമ്മുടെ CROയില്. അപ്പൊ അങ്ങനെ അതാണ് വെർട്ടിക്കൽ നമ്മൾ ഡയറക്ഷനിലേക്ക് വോൾട്ടേജ് സിഗ്നൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതാണത്. അപ്പം ഇതിനകത്ത് നോട്ട് ചെയ്തേക്കുന്നത് എന്താ, 1 വോൾട്ട് പെർ ഡിവിഷൻ ആണ്. അതായത് ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് 1 വോൾട്ട് ആണ്. ഇവിടെ മൊത്തം എത്ര ഡിവിഷൻ ഉണ്ട്? 4 ഡിവിഷൻ. അപ്പൊ 4 into 1 4 വോൾട്ട്സ് ആണ് പീക്ക് ടു പീക്ക് വോൾട്ടേജ്. അപ്പൊ ജസ്റ്റ് ഈ ഇക്വേഷനിലോട്ടൊന്ന് നോക്കുക. വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ തരുന്ന ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിവിഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടീഷൻസ് ഇൻറ്റു വോൾട്ട് പെർ ഡിവിഷൻ. ഓക്കെ, നമ്പർ ഓഫ് പാർട്ടീഷൻസ് ഇൻറ്റു അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ഇൻറ്റു നമ്പർ ഓഫ് വോൾട്ട് പെർ ഡിവിഷൻ. ഓക്കെ, നെക്സ്റ്റ് മെഷർമെന്റ് ഓഫ് ടൈം. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ ടൈം പെർ ഡിവിഷൻ എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഓരോ ഡിവിഷനും എത്ര ടൈം കൺസിഡർ ചെയ്യണം. അപ്പൊ ഈ ഒരു വേവ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വരും നോക്കാം. എത്ര എക്സ് ആക്സിസിൽ എത്ര ഡിവിഷൻ കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് ടൈം പീരീഡ് ആണ് വേണ്ടത്. അപ്പൊ ഒരു സിഗ്നൽ എടുക്കുക, പോസിറ്റീവ് ആക്സിസിലോട്ടുള്ള ഒരു സിഗ്നൽ എടുക്കുക. അപ്പം 1 2 3 4 4 ഡിവിഷൻസ് ആണ് കവർ ചെയ്തിരിക്കുന്നത് ഒരു കംപ്ലീറ്റ് സൈക്കിള് അല്ലെ. അപ്പൊ ആ 4 ഡിവിഷൻ ഇൻറ്റു ടൈം പെർ ഡിവിഷൻ എത്രയാണ്? ടൈം പെർ ഡിവിഷൻ ഇവിടെ നോക്കുക, നോബ് മാർക്ക് ചെയ്തിരിക്കുന്നത് 1 മില്ലി സെക്കൻഡിലാണ്. അപ്പൊ 4 into 1 മില്ലി സെക്കൻഡ്. അപ്പൊ എത്രയാ? 4 മില്ലി സെക്കൻഡ് ആണ് എന്ത് ടൈം പീരീഡ്. അപ്പൊ ഓർക്കുക, ഈ ടൈം പീരീഡ് വരുമ്പോ എങ്ങനെയാണ്? ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് ഡിവിഷൻസ് that cover up one complete cycle into time per division. Okay. നെക്സ്റ്റ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ ടൈം പീരീഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രീക്വൻസി കണ്ടുപിടിക്കാം അല്ലെ. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 by ടൈം പീരീഡ്. അപ്പം ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. അപ്പൊ നേരത്തെ ഒരു എക്സാമ്പിൾ തന്നെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടൈം പീരീഡ് 4 മില്ലി സെക്കൻഡ് ആണ്. അപ്പോൾ F is equal to 1 by T എന്ന് പറയുന്നത് എത്രയാണ്? 250 ഹെർട്സ്. ഓക്കെ, ഇനി ഇതൊരു ഫ്രണ്ട് കൺട്രോൾ പാനൽ ആണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെയാണ്. അതായത് ഒരു
വെർട്ടിക്കൽ ആക്ഷൻസിനുള്ള ഇതുണ്ടാവും. ഹൊറിസോണ്ടൽ വേരിയേഷന് വേണ്ടിയിട്ടുള്ള നോബുകൾ ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്റൻസിറ്റി, ട്രിഗർ, സ്വീപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഓട്ടോ, ഇതിപ്പോ ഒരു പഴയ മോഡലാണ്. പുതിയ മോഡലാണെങ്കിൽ കുറെ ഫങ്ഷൻസും കൂടി വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി അതിന്റെ കുറച്ച് കൺട്രോൾസ്, നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കൺട്രോൾസുകൾ പറയാം. പൊസിഷൻ. ഓക്കെ, അപ്പൊ പൊസിഷൻ ഇവിടെ നമുക്ക് കൺട്രോൾ നോബിൽ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടൊരു നോബ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നത്, ഇറ്റ് ഈസ് യൂസ് ടു മൂവ് ദ ഇൻഡൻസ് പോയിന്റ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റ് നമുക്ക് പൊസിഷൻ നീക്കാൻ വേണ്ടിയിട്ടാണ് ആ നോബ് ഉള്ളത്. ഓക്കെ, അതായത് നമ്മുടെ വേവ് ഫോമിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് റൈറ്റ് മൂവ് ചെയ്യിക്കാൻ. നെക്സ്റ്റ് ബ്രൈറ്റ്നെസ്. ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് ആ ഇലക്ട്രോൺസിന്റെ ഇന്റൻസിറ്റി ആണ്. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ബോംബാർഡഡ് പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇത് കൺട്രോൾ ചെയ്യുന്നത് ആരാ? നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ കൺട്രോൾ ചെയ്യുന്ന ആരാ? കൺട്രോൾ ഗ്രിഡ്സ് ആണ്, അല്ലെ? അപ്പൊ ഈ കൺട്രോൾ ഗ്രിഡ് വോൾട്ടേജിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ബ്രൈറ്റ്നെസ്സിനെ കൺട്രോൾ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഫോക്കസ്. ഫോക്കസ് എന്ന് പറയുമ്പം ഷാർപ്നെസ്, കൺട്രോൾ ദി ഷാർപ്നെസ് ഓഫ് ദി സ്പോട്ട്. ഓക്കെ, ഇത് നമ്മൾ എന്താ ചെയ്യണേ? ഷാർപ്നെസ് കൂട്ടാൻ, ഫോക്കസ് കൂട്ടാൻ നമ്മൾ എന്താ ചെയ്യുക? ഫോക്കസിങ് ആനോഡിലുള്ള വോൾട്ടേജ് ആണ് കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആ ഫോക്കസിങ് ആനോഡ് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞൊരു ലെൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ലെൻസിന്റെ ലെങ്ത് മാറ്റുക. ഓക്കെ, അപ്പം വോൾട്ടേജ് മാറുന്നതനുസരിച്ച്, ആനോഡിന്റെ വോൾട്ടേജ് മാറുന്നതനുസരിച്ച് ഈ ലെൻസിന്റെ ലെങ്ത്തിന് തമ്മിൽ ചേഞ്ച് ഉണ്ടാവുന്നു. അതനുസരിച്ച് ഫോക്കസിനും ചേഞ്ച് ഉണ്ടാവുന്നു. നെക്സ്റ്റ് അസ്റ്റിഗ്മാറ്റിസം ആൻഡ് ബ്ലാങ്കിങ് സർക്യൂട്ട്. ഓക്കെ, ഇത് അസ്റ്റിഗ്മാറ്റിസം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഒരു ഒപ്റ്റിക്കൽ ലെൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടേം ആണ്. അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഫോക്കസിങ് ആനോഡ്സ് കൂടാതെ നമ്മുടെ സ്ക്രീനിലോട്ട് സ്പോട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക്, അതായത് നമ്മുടെ സ്ക്രീനിൽ നമുക്ക് സെന്ററിൽ വരാം, കോർണറിൽ വരാം, എങ്ങനെ വേണമെങ്കിലും ഇത് ഫോക്കസ് ചെയ്യാം, അല്ലെ? അപ്പൊ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ ഇലക്ട്രോൺ പാത്തിന്റെ ലെങ്തിനെയാണ് ആ ഫോക്കസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഒരു അഡീഷണൽ ഫോക്കസ് കൊടുക്കാൻ, മിഡിലേക്ക്, ഒരു മോണിറ്ററിന്റെ മിഡിലേക്ക് ഒരു അഡീഷണൽ ഫോക്കസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാങ്കിങ് വോൾട്ടേജ് ടൈം ബേസ് ജനറേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് അഡീഷണൽ ഫോക്കസ് ആണിത്. ഓക്കെ, അപ്പം അതിനൊരു സർക്യൂട്ട്, ടൈം ബേസ് ജനറേറ്റർ സർക്യൂട്ട് ഉണ്ട്. അപ്പൊ അത് ഒരു കൺട്രോൾ ആയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ഉണ്ട്. അപ്പൊ അത് തന്നെയാണ്, അതിനെ ബന്ധപ്പെട്ട് തന്നെയാണ് നെക്സ്റ്റ് കൺട്രോളും ടൈം ബേസ് കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് എത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്കൊരു ട്രേസിനെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, ഇനി നമുക്ക് ഫോക്കസ് എന്നൊരു കൺട്രോൾ കാണുമ്പോൾ ഓർക്കണം, അവിടെ വോൾട്ടേജ് അല്ല വേരിയേഷൻ വരുന്നത്, ഈ ടൈമിംഗ് വേരിയേഷനും ഈ ലെങ്ത് വേരിയേഷനും ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി അടുത്തതൊരു കാലിബ്രേഷൻ സർക്യൂട്ട്. അത് എല്ലാ ഇൻസ്ട്രുമെന്റ്സിലും ഒരു കാലിബ്രേഷൻ സർക്യൂട്ട് കാണും. ഈ കാലിബ്രേഷൻ സർക്യൂട്ടിൽ ഓസിലേറ്റർ ഒരു ഇമ്പോർട്ടന്റ് ഇതാണ്, ഫാക്ടറാണ്. അതായത് ഒരു എന്താ പറയാ, കാലിബ്രേഷൻ നോക്കുമ്പോൾ ഒരു ടൈം സിങ്ക്, ഒരു സിങ്ക്രണൈസേഷൻ പോണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനാണ് നമ്മൾ ഓസിലേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലിസാജസ് ഫിഗർ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? അതായത് രണ്ട് സിനുസോയിഡൽ സിഗ്നലിനെ കമ്പയർ ചെയ്യാൻ, അതിന്റെ മെഷർമെന്റ്സ്, ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് മെഷർമെന്റ്സിന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിസാജിയസ് പാറ്റേൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ സൈമൾട്ടേനിയസ്ലി രണ്ട് ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിലേക്കും, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ രണ്ട് പ്ലേറ്റ്സിലേക്കും നമ്മൾ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സിനുസോയിഡൽ സിഗ്നൽസ് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം അത് ചെയ്തിട്ട് നമ്മൾ
ഈ ലിസാജിയസ് പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, അതിന്റെ ഫേസ് ഡിഫറൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ബോക്സിൽ നോക്കിയാൽ അറിയാം 0 and 360 ഡിഗ്രി ആണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് വരുന്നത്. 90 or 270 ഡിഗ്രി ആണെങ്കിൽ ഒരു സർക്കിൾ ആണ് വരുന്നത്. 180 ഡിഗ്രി ആണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആൻഡ് ബാക്കിയെല്ലാം ഒരു എലിപ്സിന്റെ ഷേപ്പിലാണ് വരുന്നത്. അപ്പൊ ഈ എലിപ്സിന്റെ ടിൽറ്റ് അല്ലെങ്കിൽ ഒരു ആംഗിള് എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ നമ്മുടെ ഫേസ് ഡിഫറൻസ് ആണ്. അപ്പം നിങ്ങൾക്കറിയാം 30, 45, 60 എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും. അപ്പൊ ഏകദേശം ആ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റിൽ തന്നെയായിരിക്കും നിൽക്കുന്നത്. ആംഗിൾ അനുസരിച്ച് എലിപ്സിന്റെ ആ ഒരു ഷേപ്പിന് ഒരു വ്യത്യാസം വരും. അതേപോലെ 120, 150 എന്നൊക്കെ പറയുമ്പോഴേക്കും അത് സെക്കൻഡ് ക്വാഡ്രന്റിലേക്കായി. അപ്പം അങ്ങോട്ട് സെക്കൻഡ് ക്വാഡ്രന്റിലോട്ട് ഫേസ് ചെയ്യുന്ന ഒരു എലിപ്സ് ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ടേബിൾ ഓർത്ത് വെക്കുക. ഇതിൽ നിന്ന് വരാൻ പോകുന്നത് ഇപ്പൊ ഇത്ര ആംഗിൾ ഫേസ് ഡിഫറൻസ് ആണെങ്കിൽ എന്ത് ലിസാജിയസ് പാറ്റേൺ ആണ് സ്ക്രീനിൽ കാണുക എന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഇനി നെക്സ്റ്റ് മൾട്ടി ട്രേസ് ഓസിലോസ്കോപ്പ് എന്ന് പറയും. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് അതായത് മൾട്ടി ട്രേസ് ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നത് ഓസിലോസ്കോപ്പിൽ നമുക്ക് 2 വേവ് ഫോംസിന് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റുന്നത്, 2 അല്ലെങ്കിൽ മോർ ദാൻ 2. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ഡ്യുവൽ ട്രേസ് ആണ്, അതായത് 2 വേവ് ഫോം. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് 2 ചാനലുണ്ട്. 2 ചാനലിലേക്ക് നമുക്ക് 2 സെറ്റ് ഓഫ് ഇൻപുട്ടും 2 സെറ്റ് ഓഫ് കൺട്രോൾസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ഡ്യുവൽ ട്രേസ് അല്ലെങ്കിൽ ഡ്യുവൽ ബീം ഓസിലോസ്കോപ്പ് എന്ന് നമ്മൾ പറയും. അതില് ഒരു ഫസ്റ്റ് ടൈപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 ഡ്യുവൽ ബീമും ഉണ്ട്, സ്പ്ലിറ്റ് ബീമും ഉണ്ട്. ഓക്കെ, ഡ്യുവൽ ട്രേസിനകത്ത് നമുക്ക് ഡ്യുവൽ ബീമും ഉണ്ട്, സ്പ്ലിറ്റ് ബീം CRT ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു എന്താണ് അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയാം. ഓക്കെ, സ്പ്ലിറ്റ് ബീം പേര് ഓർക്കുക. സ്പ്ലിറ്റ് ബീം എന്നാണെങ്കിൽ നമുക്ക് ഒരു ഇലക്ട്രോൺ ഗണ്ണാണ് ഉള്ളത്, സിംഗിൾ ഇലക്ട്രോൺ ഗൺ. അപ്പൊ ആ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് വരുന്ന ബീമിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 ബീം ആക്കുന്നു. ഓക്കെ, ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് വരുന്ന ബീമിനെ സ്പ്ലിറ്റ് ചെയ്ത് പാസ് ചെയ്യുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് ഡ്യുവൽ ബീം. ഡ്യുവൽ ബീം എന്ന് പറയുന്നത് 2 ബീം സെപ്പറേറ്റ് വരുവാണ്. ഓക്കെ, 2 ബീം സെപ്പറേറ്റ് വരികയാണെങ്കിൽ 2 ബീമിനുള്ള സർക്യൂട്ട്സും സെപ്പറേറ്റ് ആണ്. ഓക്കെ, ഈ 2 ടേം ഓർത്ത് വെക്കുക, ഡ്യുവൽ ബീം, സ്പ്ലിറ്റ് ബീം. ഓക്കെ, അടുത്തത് സ്വിച്ച്ഡ് സിംഗിൾ ബീം. അതായത് ഒരു ബീമിനെ തന്നെ ഒരു ഇലക്ട്രോണിക് സ്വിച്ചിങ് സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് സ്വിച്ച് ചെയ്യാണ്. സിംഗിൾ ബീം CRT ആണ്, 2 സെപ്പറേറ്റ് ചാനൽ ആണുള്ളത്, ഒരു സിംഗിൾ ആംപ്ലിഫയർ സർക്യൂട്ട് ആണ് ഉള്ളത്. അതായത് വെർട്ടിക്കൽ ആംപ്ലിഫയർ സർക്യൂട്ട് സിംഗിൾ ആണുള്ളത്. അപ്പൊ അവിടെ എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോണിക് സ്വിച്ചിങ് സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് ബീമിനെ സ്വിച്ച് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജസിനകത്ത് നമുക്ക് പോസ്റ്റ് ഷെഡ്യൂൾ എല്ലാം അഡാപ്റ്റബിൾ ആണ്, ടൈം എഫിഷ്യന്റ് ആണ്, മെഷർമെന്റ്സ് വോൾട്ട്, കറണ്ട്, ഫേസ്, ഫ്രീക്വൻസി ഇതെല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മറ്റുള്ള ഓസിലോസ്കോപ്പ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് കോസ്റ്റ്ലി ആണ്. പിന്നെ ഒരു പ്രാവശ്യം ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇത് റിപ്പയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ആൻഡ് ഇത് ഗാഡ്ജറ്റിനെ മൊത്തം ഐസൊലേറ്റ് ചെയ്യണം, വെയിറ്റ് ആണ്, റിക്വയർസ് മോർ എനർജി. ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു അനലോഗ് ഓസിലോസ്കോപ്പിനകത്ത് നമുക്ക് ഇത്രയും ഫങ്ഷനാലിറ്റീസ് ചെയ്യാനുണ്ട്. ഓക്കെ, താങ്ക് യു.